അസ്സലാമു അലൈക്കും. നമ്മള് ആദ്യത്തെ ക്ലാസ്സിൽ വിശദീകരിച്ച കാര്യങ്ങള് വളരെ ഇമ്പോർട്ടന്റ് ആയ വിഷയം തന്നെയാണ്. കാരണം തുടക്കം മുതൽ പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് അവസാനെത്തുന്ന സമയത്ത് കാര്യങ്ങൾ പറയുമ്പോൾ വേഗത്തിൽ മനസ്സിലേക്ക് ഓടുള്ളൂ എന്താണ് പറയുന്നത് എന്നുള്ളത്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യം നിസ്സാരമാക്കി പോകുമ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ചില ഘട്ടങ്ങളിൽ ബുദ്ധിമുട്ട് വരും. നമ്മൾ പറയുന്ന കാര്യങ്ങൾ പിന്നെ വിശദീകരിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാല് ഇതൊക്കെ മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്ന ആളുകൾക്ക് വിശദീകരണത്തിന്റെ ആവശ്യം ഉണ്ടാവില്ല. വേഗത്തിൽ കാര്യം മനസ്സിലാവും. നമ്മൾ ഒരുപാട് മുന്നോട്ട് എത്തിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവുള്ളൂ നമുക്ക്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗം പറയാം. നമ്മളിപ്പോ പഠിച്ച വിഷയത്തില് അല്ലാഹു തആല മനുഷ്യരുടെ ആത്മാക്കളെ പടച്ചു. ആത്മാക്കളെ പടച്ചുകൊണ്ട് ആലമുൽ അർവാഹില് ജബറൂത്ത് എന്നുള്ള ലോകത്ത് പ്രത്യേകമായ ഒരു ഭാഗത്ത് കൊണ്ട് താമസിപ്പിച്ചു. ആ താമസിപ്പിച്ച കൂട്ടക്കാര് നരകക്കാരും ഉണ്ട്, സ്വർഗക്കാരും ഉണ്ട്, അള്ളാഹുവിന്റെ അഹ്ലുകാരൊക്കെ അതിലുണ്ട്. പക്ഷെ അവര് തമ്മിൽ തീരുമാനം എടുത്തു കഴിഞ്ഞു. ഓരോരുത്തരും അവരവർക്കുള്ള ലക്ഷ്യം എന്താണോ ആ തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞു. അതിനുശേഷം അല്ലാഹു തആല അവരെ ഒരു പ്രത്യേകമായ ഭാഗത്ത് കൊണ്ട് താമസിപ്പിച്ചു. അതിനുശേഷം അവർക്ക് എല്ലാവർക്കും അല്ലാഹു തആല ഒരു നിദ്ര കൊടുക്കുകയാണ്, ഒരു ഉറക്കം കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഉറങ്ങുകയാണ്. ആ ഉറങ്ങുന്ന അവസ്ഥയിലാണ് എല്ലാവരും ഉള്ളത്. അത് ഭൂമി ലോകത്തേക്ക് വരുന്നതിന് മുമ്പുള്ള ഒരു ഏരിയയാണ്, ഒരു മഹല്ലാണ്. ആ ഏരിയക്ക് ബർസഖ് എന്ന് പറയും. ബർസഖ് എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് ഭാഗമുണ്ട്. ആലം ജബറൂത്ത് എന്ന ലോകത്ത് ബർസഖ് എന്നുള്ള ഭാഗം രണ്ട് ഭാഗങ്ങളാണ്. ഒന്ന് ഈ ലോകത്തേക്ക് വരുന്ന ആളുകളെ റൂഹുകൾ ഒരുമിച്ച് കൂട്ടപ്പെട്ട ഒരു ലോകം. രണ്ടാമത്തെ ഭാഗം ഈ ഭൂമിയിൽ നിന്നും മരണപ്പെട്ടുകൊണ്ട് തിരിച്ച് എത്തുന്നവരുടെ ലോകം. ആ ലോകത്ത് വീണ്ടും രണ്ടായി വെച്ചിട്ടുണ്ട്. ഇല്ലീൻ എന്നുള്ളൊരു സ്ഥലമുണ്ട്, സിജ്ജീനുണ്ട്. ഇല്ലീനിലേക്ക് പോകുന്ന ആളുകൾ ഈ ലോകത്തു നിന്നും വിജയിച്ച ആളുകളാണ്. വിജയിച്ച എന്ന് പറയുമ്പോൾ ശരിക്കും അതിന്റെ അർത്ഥം ഒരു ഷെയ്ഖിനെ കിട്ടി, ഷെയ്ഖിനെ കൊണ്ട് സ്വന്തം ഹൃദയം ജാരിയായി ഹയാത്തായി മരണപ്പെട്ടവര് അവരാണ് ഇല്ലീനിലേക്ക് പോവുക. അതല്ല, ആ ഒരു മർഹലയിലേക്ക് മർത്തബയിലേക്ക് എത്താത്ത ആളുകൾക്ക് അവർക്ക് വേണ്ടി സജ്ജീകരിക്കപ്പെട്ട സ്ഥലമാണ് സിജ്ജീൻ എന്നുള്ള സ്ഥലം. നമുക്ക് പിന്നീട് വിശദീകരിക്കാം, സാന്ദർഭികമായി പറഞ്ഞെന്നുള്ളൂ. അപ്പൊ ഈ അർവാഹിന്റെ കൂട്ടത്തില് ഭൂമിയിലേക്ക് ജനിക്കാനിരിക്കുന്ന ആളുകൾ, ആ ആളുകളെ അർവാഹുകളെല്ലാം അള്ളാഹു അലസ്തു ബിറബ്ബിക്കും ചോദിച്ച അന്ന് മുതലേ ഉറക്കത്തിലാണ്. ഇനി ആ അവസ്ഥയിലായിക്കൊണ്ടാണ് ഇവരെ ഭൂമിയിലേക്ക് കൊണ്ടുവരിക. ഓരോരുത്തർക്കും അള്ളാഹു തആല ഒരു നിശ്ചിത സമയം നിശ്ചയിച്ചിട്ടുണ്ട്, ഏത് സമയത്താണ് ഭൂമിയിലേക്ക് വരേണ്ടത് എന്നുള്ളത്, ഏത് പ്രവാചകന്റെ കാലഘട്ടത്തിൽ വരണം എന്നുള്ളത്. ആ പ്രവാചകന്റെ കാലത്ത് വേണോ, ആ പ്രവാചകന് ശേഷം ആ പ്രവാചകനിലൂടെ വരുന്ന ഔലിയാക്കളെ കാലത്ത് വരുന്നോ എന്നൊക്കെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അവന് ആത്മപിതാവ് ഉണ്ടായിരിക്കോ ഇല്ലേ എന്നൊക്കെ ആൾറെഡി തീരുമാനം കഴിഞ്ഞു. ഈ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകൾക്കും അള്ളാഹുവിന്റെ അഹ്ലുകാർക്കും എന്തായാലും എന്തുണ്ടാവും, ഈ ഭൂമിയിൽ വന്നു കഴിഞ്ഞാല് ഒരു ഷെയ്ഖിനെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് ഉണ്ടാവും. മുറബിയായ ഷെയ്ഖിനെ കണ്ടുമുട്ടുള്ള തൗഫീഖ്. മുറബി അല്ലാത്തവരെ കണ്ടുമുട്ടിയാലും കാര്യം ഇല്ല. ഇതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പൊ മുറബിയായ ഷെയ്ഖിനെ കണ്ടുമുട്ടുള്ള തൗഫീഖ് എന്തായാലും അദ്ദേഹത്തിന് ഉണ്ടാവും. ഭൂമിയിൽ വന്നുകൊണ്ട് അവനത് പൂർത്തിയാക്കും. അത് ഒരുപക്ഷെ മരണത്തിന്റെ തൊട്ട് മുമ്പായിരിക്കാം, സെക്കൻഡുകൾക്ക് മുമ്പായിരിക്കാം, എങ്കിലും വിജയിച്ചവനാണ്. എന്നാൽ കാഫിര്യങ്ങളായ റൂഹുകൾ, വിശ്വസിക്കാത്തവർ, ദുനിയാവിനെ തെരഞ്ഞെടുത്ത അർവാഹുകൾ, ഈ അർവാഹുകൾക്ക് ഭൂമിയിൽ വന്നുകൊണ്ട് അവർക്ക് ഈ അവസരം കിട്ടൂല. ആ അവസരം കിട്ടാത്തവർ ഒരിക്കലും ഒരു ഷെയ്ഖിനെ തേടലോ, ഈ ഷെയ്ഖിനെ കിട്ടിയാലോ ഷെയ്ഖിനെ അംഗീകരിക്കലോ ഉണ്ടാവില്ല. അവരെ എത്ര നിർബന്ധിച്ചിട്ടും കാര്യമില്ല, എത്ര ബുദ്ധിമാന്മാരായിട്ടും കാര്യമില്ല, എത്ര പഠിപ്പുള്ള വ്യക്തിയായിട്ടും കാര്യമില്ല, നീ വലിയ തലയെക്കെട്ട് കെട്ടി മൊയിലായിട്ടും കാര്യമില്ല, അതേപോലെ വേറെ ഏതൊരു ഡിഗ്രി എടുത്തവനായിട്ടും കാര്യമില്ല. അവന്റെ മുമ്പില് റുഹാനിയത്ത്, തസൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അരോചകമായിരിക്കും. അവനത് സ്വീകരിക്കൂല. അതിന് തെളിവ് കൊടുത്തിട്ടും കാര്യമില്ല. അതാണ് അല്ലാഹു തആല പറഞ്ഞത് ഖുർആനില്, വസവാഹുൻ അലൈഹിം അൻദർതും അം ലം തുൻദിറുഹും ലാ യുമിനൂൻ എന്നുള്ളത്. കാരണം തൗഫീഖ് അള്ളാഹുവിന്റെ കയ്യിൽ നിന്നാണ് കിട്ടേണ്ടത്. അള്ളാഹു നിശ്ചയിച്ചു വെച്ച പ്രകാരമല്ലാതെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു.
പിന്നെ ഭൂമിയിലേക്ക് എന്തിനാ വരുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നിശ്ചയം കഴിഞ്ഞ ശേഷം പ്രാക്ടിക്കലായിട്ട് അവരെ കാണിച്ചു കൊടുക്കണം. അതല്ല ആ കാലഘട്ടത്തിൽ തീരുമാനം കഴിഞ്ഞ ഉടനെ തന്നെ അള്ളാഹു തആല അർവാഹുകളെ നരകത്തേക്ക് ഇടാന്നുണ്ടെങ്കിൽ അവർ ചോദിച്ചു പോകും, ഞങ്ങൾ തീരുമാനമെടുത്തതിന്റെ പേരിൽ മാത്രം ഞങ്ങൾ എന്തിനാ നരകത്തേക്ക് ഇടണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹു തആല അത് പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ കൊണ്ടുവരും. പിന്നെ ഭൂമിയിൽ അള്ളാഹു തആല പല ഹിക്മത്തും വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പൂർത്തീകരിച്ചിട്ടേ ഇവിടുന്ന് നമുക്ക് യാത്ര ആവാൻ പറ്റുള്ളൂ. അപ്പോ സൗഭാഗ്യവാന്മാരായ അർവാഹുകൾ ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് അവര് ഏതെങ്കിലും ഒരു കാലഘട്ടത്തില് ആ റൂഹിന്റെ പിതാവായ ഷെയ്ഖിനെ കണ്ടുമുട്ടും. ആ ഷെയ്ഖിനെ കണ്ടുമുട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ഖിന്റെ കയ്യിൽ നിന്നും അവന്റെ റൂഹിനെ ഉണർത്തുന്ന ഒരു ദിക്റ് അത് അവൻ വാങ്ങിക്കും. ആ ദിക്റ് കൊണ്ടാണ് അവന്റെ റൂഹ് ഉണരുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം ഈ റൂഹ് ഭൂമിയിലേക്ക് വന്നാലും ഉണരുന്നില്ല. ആ റൂഹ് അവന്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം ഉറങ്ങുന്ന അവസ്ഥയിൽ. അപ്പൊ ഒരു ഷെയ്ഖിനെ കിട്ടാത്ത ആളിന്റെ റൂഹ് ഒരിക്കലും ഉണരുന്നില്ല. മരണം വന്നു കഴിഞ്ഞാൽ മാത്രം ഉണരുന്നുള്ളൂ. എന്നാല് മരണം വരുന്നതിന് മുമ്പേ ഉണരുന്നവരാരാണ്? ഷെയ്ഖിനെ കിട്ടിയവര് മാത്രമാണ്. റൂഹാണ് ഉണരേണ്ടത്. റൂഹാണ് ഉണരേണ്ടതെന്നുണ്ടെങ്കിൽ റൂഹിലേക്കുള്ള കവാടമാണ് കൽബ്. അപ്പൊ കൽബിനെ ആദ്യം ഉണർത്തണം. കൽബിനെ ഉണർത്തിയാലേ നമുക്ക് റൂഹിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. അപ്പോ റൂഹിലേക്ക് എത്തുന്നതിന് മുമ്പ് ആദ്യത്തെ പടി കൽബിനെ ഉണർത്തലാണ്. കൽബിനെ ഉണർത്താനാണ് കൽബിന്റെ ദിക്റുള്ളത്. ആ ദിക്റ് കൈവശം വെക്കുന്നവരും അതിന്റെ അധികാരികളുമാണ് കാമിലായ മശായിഖന്മാർ. എന്നാൽ കാമിലല്ലാത്ത മശായിഖന്മാരുണ്ട്. അവർക്ക് അതിന് അധികാരം ഇല്ല. അവർക്ക് അതിനുള്ള അധികാരമോ തോഫീക്കോ ഒരുപക്ഷെ അറിവ് പോലും ഉണ്ടാവില്ല. അപ്പൊ അതിനു മുമ്പുള്ള മശായിഖന്മാര് എന്നാൽ കാമിൽ ദാത്തായ മശായിഖന്മാരുണ്ട്. ആ കാമിലായ കൂട്ടക്കാരാണ് പല വിഭാഗങ്ങളുണ്ട്. നമ്മൾ കേൾക്കുമ്പോ പലരും കാമിൽ കാമിൽ എന്ന് കേൾക്കും. പക്ഷെ ആ കാമിലിന്റെ ഉള്ളിൽ പല ടൈപ്പ് ഉണ്ടെന്ന് അറിയുമ്പോ നമുക്കൊരു പുതിയ അറിവായിരിക്കും. പക്ഷെ ഹക്കീക്കത്ത് അങ്ങനെയാണ്. കാമിലായ മശായിഖന്മാരെ കൂട്ടത്തില് കാമിൽ ശരീഅത്തും ഉണ്ട്, കാമിൽ തരീഖത്തും ഉണ്ട്, കാമിൽ ഹക്കീക്കത്തും ഉണ്ട്, കാമിൽ മാരിഫത്തും ഉണ്ട്. കാമിൽ ശരീഅത്തായ മശായിഖന്മാർ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവും. കാരണം അവര് ശരീഅത്തിനും തരീഖത്തിനും ഇടയിലുള്ളവരാണ്. അവര് ഒരു മനുഷ്യന്റെ നഫ്സ് ശുദ്ധീകരിക്കാൻ ഡ്യൂട്ടി കിട്ടപ്പെട്ടവരാണ്. ഒരു മനുഷ്യൻ നഫ്സ് ശുദ്ധീകരിക്കലാണ് അവരുടെ ഉദ്ദേശം. ശരീഅത്തിൽ നിന്നും ഫൈസ് കിട്ടി ശരീഅത്തിന്റേതായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഇഖ്ലാസി കൈവശം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് അവർക്ക് ഒരു ഷെയ്ഖിന്റെ ആവശ്യകത മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാല് അവർ ചെന്ന് മുട്ടുന്നത് ഈ തരം മശായിഖന്മാരെ അടുത്താണ്. കാമിൽ ശരീഅത്തായ മശായിഖന്മാർ. കാമിൽ ശരീഅത്തായ മശായിഖന്മാര് പിന്നെ അവരെ ദിക്റ് കൊടുത്തുകൊണ്ട് ശുദ്ധീകരിക്കും. 12 കൊല്ലം കൊണ്ട് അവരെ നഫ്സ് ശുദ്ധീകരിക്കും. ഈ 12 കൊല്ലം എടുക്കും ഒരാളെ നഫ്സ് ശുദ്ധീകരിക്കാൻ. അത്ര സമയം തന്നെ എടുക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി ജനിച്ച് അത് പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഏകദേശം 10 മാസം എടുക്കുമല്ലോ. ആണും പെണ്ണും ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം ആ മനിയും അങ്ങനെ ശുക്ലവും ബീജവും തമ്മിൽ സംയോജിച്ച് അത് രക്തപിണ്ഡം മാംസപിണ്ഡൊക്കെ ആയി മാറിയ ശേഷം ഒരു കുട്ടിയുടെ രൂപത്തിലായിക്കൊണ്ട് പുറത്തേക്ക് ഒരു 10 മാസം എടുക്കും. ഒരാൾ നിർബന്ധിച്ച് വേണ്ട എനിക്ക് 1 മാസം കൊണ്ട് അത് സംഭവിക്കണം എന്ന് നിർബന്ധം എടുത്തിട്ട് കാര്യമില്ല. അതിന് അതിന്റേതായ സമയം എടുക്കും. അതേപോലെ ഷെയ്ഖ് കൊടുക്കുന്ന ദിക്റ് മുരീദിന്റെ ഹൃദയത്തിൽ ചെന്ന് പതിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈമാൻ എന്നുള്ള വൃക്ഷം അവിടുന്ന് വളരാൻ തുടങ്ങും. അങ്ങനെ അത് റൂഹാനിയത്തിൽ അതിന്റേതായ ഒരു സ്ഥാനം കൈവരിക്കണമെങ്കിൽ അത് 12 കൊല്ലം എടുക്കും. അപ്പോൾ നഫ്സ് ശുദ്ധീകരണം നടക്കുള്ളൂ. നഫ്സ് ശുദ്ധീകരണം നടന്നു കഴിഞ്ഞാൽ മാത്രമാണ് കൽബിയായിട്ടുള്ള ദിക്റ് അത് നൽകപ്പെടുള്ളൂ. കൽബിയായ ദിക്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഫ്സ് ശുദ്ധീകരിക്കാനുള്ള ദിക്റല്ല. രണ്ടും വ്യത്യാസമുണ്ട്. അപ്പൊ കാമിലായ മശായിഖന്മാർ കൊടുക്കുന്ന ദിക്റ് അൻഫാസിയ ദിക്റാണ്. സാധാരണ നമ്മൾ അതിനു മുമ്പ് ചിലപ്പം കാമിലായ ശരീരത്തിന്റെ ഷെയ്ഖിന്റെ അടുത്ത് എത്തുന്നതിന് മുമ്പായിട്ട് ഒരുപക്ഷെ തബറുക്കൻ ഷെയ്ഖുമാരുടെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. അതിനുശേഷം ഇർഷാദിന്റെ ഷെയ്ഖുമാരുടെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. ഇർഷാദിന്റെ ഷെയ്ഖുമാരാണ് കാമിലായ മുറബിയിലേക്ക് വഴികാട്ടുന്നത്. കാമിലായ മുറബിയിൽ എത്തിക്കഴിഞ്ഞാൽ കിട്ടുന്ന ദിക്ർ എന്താണ്? അൻഫാസിയ ദിക്റാണ്. ശ്വാസം കൊണ്ടുള്ള ദിക്ർ. ആ ശ്വാസം കൊണ്ടുള്ള ദിക്റും നമുക്ക് ഒരുപാട് കാലം പോകണം. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? കൽബിയ ദിക്ർ കിട്ടുന്നത്. പക്ഷെ കൽബിയ ദിക്ർ കിട്ടിക്കഴിഞ്ഞാല് ഒരു കൽബ് ഉണർന്നു കഴിഞ്ഞാൽ മാത്രമാണ് അവൻ തരീഖത്തിൽ പ്രവേശിച്ചെന്ന് പറയാൻ പറ്റുള്ളൂ.
തരീക്കത്തിലെ ആദ്യത്തെ കദം, ആദ്യത്തെ ചുവടുവെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവന് കൽബ് തുറക്കപ്പെടലാണ്, കൽബിന്റെ കവാടം തുറക്കപ്പെടലാണ്. അതിനു മുമ്പ് തെരീക്കത്തില്ല, തെരീക്കത്തിലേക്ക് എത്തുന്ന വഴിയിലെത്തുന്നുള്ളൂ. ശരീരത്ത് വിട്ടും ചെയ്ത് തെരീക്കത്തിൽ എത്തിയിട്ടില്ല എന്നുള്ള അവസ്ഥയിലാണ് അവൻ. എന്നാൽ ഈ അറിവില്ലാത്ത മശായിഖന്മാര്, കൽബിന്റെ അവസ്ഥകൾ അറിയാത്ത, കൽബിന്റെ ദിക്കിനെ കുറിച്ച് അറിയാത്ത മശായിഖന്മാര് ഈ വിഷയം മുരീദിനെ പഠിപ്പിക്കുന്നില്ല. മുരീദും അറിയുന്നില്ല, ഷെയ്ഖും അറിയുന്നില്ല. അപ്പൊ ആ ഷെയ്ഖിന്റെ തൈലീമിലെ അവസ്ഥയിൽ കുറവുണ്ട് എന്നർത്ഥം. നമ്മൾ കണ്ണടച്ചിട്ട് കാര്യമില്ല, കാരണം ഇത് നമുക്ക് പറയൽ അത്യാവശ്യമായ കാര്യമാണ്. കാരണം അള്ളാഹു തആല ആണ് നമ്മളെ ലക്ഷ്യം, എല്ലാവരും ലക്ഷ്യം. അള്ളാഹു ഒരാൾക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് അതന്നെ നമ്മൾ ഉദ്ദേശിക്കണം. നമ്മളതിന് ഭയപ്പെടേണ്ട ആവശ്യമോ ആരെങ്കിലും എന്തെങ്കിലും പറയുമോ എന്നുള്ള ആവശ്യമോ ഒന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. സത്യം മനസ്സിലാക്കിയിട്ട് പിന്നെ സത്യം മറച്ചു വെക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ ഈ വിഷയം അറിയുന്നവർക്ക് ഓക്കെ, അറിയാത്തവർക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അത് പറയുന്നത്. ഈ വക വിഷയങ്ങളൊക്കെ നമുക്ക് മൊത്തത്തിൽ അതിന്റെ ഒരു ജ്ഞാനം കിട്ടണമെങ്കിൽ, അറിവ് നമുക്ക് നേടണം എന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ സംസാരിക്കണം. സംസാരിക്കാതെ എങ്ങനെ മനസ്സിലാക്കാനാണ്? എന്നാൽ പലരുടെയും അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറിവില്ലാത്തതിന്റെ പേരിലാണ് എതിർക്കുന്നത്. അറിവില്ലാത്തതിന്റെ പേരിൽ എതിർക്കുന്നത് ഓക്കെ, പക്ഷെ അറിവ് അവർ കിട്ടാൻ പ്രയത്നിക്കുന്നില്ല, പറഞ്ഞു കൊടുക്കാൻ കേൾക്കാൻ തയ്യാറല്ല. കാരണം അവരുടെ ബോധത്തിൽ അവർ അറിവുള്ളവരാണ്. എന്നാൽ കുറെ വിഷയങ്ങൾ അറിയുമ്പോഴാണ് ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന അറിവില്ലാത്തവരാണെന്നുള്ളത്. എന്തെങ്കിലും ഒരു മാർഗത്തിലൂടെ അറിവ് അവരിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ അവരെന്ത് ചെയ്യാം, അത് അന്വേഷിക്കുന്നവരായേക്കാം. എന്നാൽ ഒരു കൂട്ടക്കാർ ഇത് കിട്ടിയാലും അവർ അനാനീയത്തോ അല്ലെങ്കിൽ അവരെ ഈ നിലനിൽക്കുന്ന അവസ്ഥകൾ വിടാൻ തയ്യാറാവില്ല. അത് നമുക്കും ആവശ്യമില്ല. നമ്മള് ഈ പറഞ്ഞ കാര്യങ്ങൾ പറയുന്നത് അള്ളാഹു ആരുദ്ദേശിച്ചാണോ ഈ വക കാര്യങ്ങള് അറിയിപ്പിക്കുന്നത് അവരിലേക്ക് അള്ളാഹു കൈകാര്യം ചെയ്തോളും. നമ്മള് അത് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അവരവരറിഞ്ഞ കാര്യങ്ങള് യക്കീനോടുകൂടി മറ്റുള്ളവർ പകർത്തി കൊടുക്കുന്ന ആവശ്യമാണല്ലോ. തസൂഫിലുള്ള തെറ്റും ശരിയും മനസ്സിലാക്കാൻ നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ്. കാരണം അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ ഒരു ഹദീസുണ്ട്. സഹാബത്ത് അദ്ദേഹത്തിനോട് ചോദിച്ചു, താങ്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്കല് എല്ലാ സമയത്തും സന്നിഹിതനായിരുന്ന ഒരു വ്യക്തിയാണ്. താങ്കൾ എന്താണ് ഹാസിലാക്കിയത്? സാധാരണക്കാരെ ഹാസിലാക്കാത്ത പോലും താങ്കൾ ഹാസിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ മറുപടി ഉണ്ട്, 2 തരം ഇൽമു ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാൻ കരസ്ഥമാക്കിയിട്ടുണ്ട്. അതിലൊന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, രണ്ടാമത് ഞാൻ പറഞ്ഞു തരാണെങ്കിൽ നിങ്ങൾ എന്നെ കൊല്ലും. നിങ്ങൾ